everyone, welcome to Kunja's World. അപ്പോൾ ഇന്നതാ ഞങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടും എൻ്റെ കയ്യിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ നേരെ അപ്പയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ ടുട്ടുവിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ടുട്ടു ആണ് ഇന്ന് എൻ്റെ മേക്കപ്പ് വുമൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നേരെ അവളുടെ അടുത്തേക്ക് പോവാം. അവളാണ് ഇന്ന് എന്നെ ഒരുക്കാൻ പോകുന്നത്. ഒരുക്കൊക്കെ കഴിയുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ അറ്റയർ ഇതാണ് കേട്ടോ. ഞാനൊരു ഇച്ചിരി സ്റ്റൈലിഷ് ആവാൻ തീരുമാനിച്ചതിൻ്റെ പുറമെ ഇട്ടതാണ് കേട്ടോ ഇതൊക്കെ. ഇത് റോയിച്ചിൻ്റെ സെലക്ഷനാണ് ഇങ്ങനെ എന്നെ ആക്കിയത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. എന്നാലാണ് റോയിച്ചിന് പുതിയ പുതിയ സെലക്ഷൻസ് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞേക്കണം കേട്ടോ. കൂടുതൽ റോയിച്ചിനെ സപ്പോർട്ട് ചെയ്യണം. അതെ, കൂടുതൽ റോയിച്ചിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാലാണ് എനിക്ക് പുതിയ സ്റ്റൈൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ നമ്മൾ അപ്പയുടെ നമ്മുടെ വീട്ടിലെത്തി. ടുട്ടു ദാ അവളാണ് ഇന്ന് എൻ്റെ മേക്കപ്പ് വുമൻ അല്ലേ? മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇത്രയും നല്ല വാക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ചിക്കു ആണ് എൻ്റെ ക്യാമറാമാൻ. ഇപ്പം എന്തായാലും ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് മുടിയൊക്കെ കെട്ടി ക്യാമറ ഗേൾ. ഓ മൈ ഗാഡ്, എന്തൊക്കെ വാക്കുകളാണോ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച് വെച്ചേക്കണത്. ഞാനൊരു പക്ക മലയാളിയാണ് കേട്ടോ. സിറം ക്ലിയറൻസിന്റെ ബ്രൈറ്റ് പ്ലസ് സിറം ആണ് കേട്ടോ. ഇതും ഡാബിങ് ക്ലിയറൻസിന്റെ ഡേ ക്രീം ആണ്. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും മിക്സ് ചെയ്തു എന്നിട്ടാണ് കേട്ടോ തേക്കുന്നത്. കാരണം പറഞ്ഞു കൊടുക്കിട്ടു അത് ക്രാക്ക് ആവത്തില്ല. സോ ഇഫ് യു ജസ്റ്റ് മിക്സ് ദാറ്റ് വിത്ത് the moisturizer, usually it doesn't crack, so it feels soft on the face as well. So that's how I use it. ഇപ്പം ഞാനിന്ന് നീയും അങ്ങനെ യൂസ് ചെയ്യണല്ലേ? ഞാനും അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ആ ഡാൻസിന് മാത്രമല്ലേ ഇതുള്ളൂ, ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. Okay, so now you just have to blend it. Compact Rare Beauty Day. Okay, so that's the eye palette. It's of Morphe, and we'll start with the base coat. Okay. I do not have a brush right now, so my finger's a brush. Okay, the reason why we use a base coat is because the eyeshadow should not crack, so that's the reason we put the base coat. If we don't put the base coat, then it tends to crack. Okay, let's put this. This is a lighter brownish burgundy shade, just to lighten up highlight the eye. ഇതിപ്പം നമ്മൾ കളർ കൊടുക്കുവാണോ? അയ്യോ, എന്താ ചെയ്യുന്നതെന്ന് കാണത്തില്ലപ്പാ. കണ്ണെഴുതുന്നതേ ഉള്ളൂ. കണ്ണാടിയിലേക്ക് കാണിച്ചാൽ മതി, അപ്പോൾ കിട്ടും. Upper lid and the lower lid has to be lit up, and then we'll do the eyeliner. Okay, ഞാൻ എഴുതുമ്പോൾ ഇത് രണ്ടും എഴുതാറ് നോർമലി. Wow, that's nice. അയ്യോ, ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പോലെ. ഓക്കെ, ഇനി മുകളിൽ എഴുതട്ടെ. This just highlights the brows, the eyebrows. ഓക്കെ, കല്യാണത്തിന് വല്ലതും ചെയ്തതായിരിക്കും ഇതൊക്കെ എൻ്റെ ലൈഫിൽ. പിന്നെ അതായിപ്പോഴാണ്. ഇനി നമ്മളിതാ ലിപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. ലിപ്പിലേക്ക് ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. അതിന് ലിപ് ബാം ആദ്യം പോരെ. മാക് ടുട്ടുന്ന് പറ. ബ്ലഷ് ഇല്ല കേട്ടോ, ഞാനിതാ യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് അവിടെയല്ലേ ക്യാമറ. ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷ് ആക്കുവാണ് കേട്ടോ. നന്നായിട്ട് ചിരിക്കടി, നന്നായിട്ട് ചിരിക്കടി. സ്മൈലി വീഡിയോ. അതെ, സ്മൈലി വീഡിയോസ്. This is my final look. How is it? Comment below.
അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ സ്കേർട്ട് ഇതല്ല ഡാൻസിന്, നമ്മളെ ഷർട്ട് ഇതാണ്, സ്കേർട്ട് നമ്മൾ മാറ്റും. പക്ഷേ ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ഫേസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. സീ യു.